السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أفضل العلماء fourth semester ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ആൻഡ് ഉമയ്യത്ത് ലിറ്ററേച്ചറിലെ ജരീറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹുവ ജരീർ ബിനു അത്തിയ്യത്ത് ബിനുൽ ഖത്ഫി മിൻ ബനി തമീം. അദ്ദേഹത്തിന്റെ പേര് ജരീർ ബിനു അത്തിയ്യത്ത് ബിനുൽ ഖത്ഫിയാണ്. മിൻ ബനി തമീം, അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനാണ്. വ ഉമ്മുഹു ഹിയ ഉമ്മു ഖൈസ് ബിൻത് മുഈദ് മിൻ ബനി കുലൈബ്. ബനു കുലൈബ് ഗോത്രക്കാരിയായിട്ടുള്ള ഉമ്മു ഖൈസ് ബിൻത് മുഈദ് ആണ് ഇദ്ദേഹത്തിന്റെ ഉമ്മ. ഉലിദ ജരീർ ഖദീജ ലി സബഅത്തി അശ്ഹുരിൻ ബിൽ യമാമ സന 30 ഹിജ്റ. ഉലിദ ജരീർ ഖദീജ ലി സബഅത്തി അശ്ഹുർ. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വയറ്റിൽ 7 മാസം പ്രായമായപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. ബിൽ യമാമ, യമാമയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സന 30 ഹിജ്റ, ഹിജ്റ 30, അതായത് 650 മീലാദിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വനശഅ ഫഖീറൻ യർആ ഇബ്ല ഖൗമിഹി. അദ്ദേഹം ഒരു ഫക്കീറായിട്ട്, പാവപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം വളർന്നതൊക്കെ. യർആ ഇബ്ല ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ ഒട്ടകങ്ങളെ മേയിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്. ബദഅ ജരീർ നളമ ശിഅർ ഫി മത്ലഇ ഹയാത്തി റജ്സൻ. അദ്ദേഹം ജരീർ ആരംഭിച്ചു നളമ ശിഅർ, കവിത രചിക്കാൻ, ഫി മത്ലഇ ഹയാത്തി റജ്സൻ, റജ്സിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കകാലത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കവിത രചന ആരംഭിച്ചിട്ടുണ്ട്. സുമ്മ ഇന്ന ജരീർ, പിന്നെ ജരീർ മദഹ യസീദ് ബിൻ മുആവിയ, യസീദ് ബിൻ മുആവിയെ അദ്ദേഹം മദ്ഹ് ചെയ്തു പാടി. വ അഖദ മിൻഹു ജായിസത്തുൻ, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മാനങ്ങളൊക്കെ ലഭിച്ചു. കാനത്ത് അവ്വലു ജായിസത്തുൻ നാല മിൻ ഖലീഫത്തിൻ, ഖലീഫയിൽ നിന്ന് ആദ്യമായി സമ്മാനങ്ങൾ നേടിയ ഒരാളായിരുന്നു അദ്ദേഹം. വലമ്മ ഇസ്തദ്ദ നിസാ ബൈന ബനി ഉമയ്യ വബൈന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെയും അതുപോലെ ബനു ഉമയ്യയുടെയും ഇടയിൽ തർക്കം ശക്തമായപ്പോൾ വഖഫ ജരീർ നിന്നു ഫി സുഫൂഫിൽ ഖൈസിയന മിൻ അൻസാർ ഇബ്നു സുബൈർ. ഇബ്നു സുബൈറിന്റെ ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം നിന്നിരുന്നത്. വലല്ല ജരീർ അസീറൻ ഇൻദൽ വലീദ് ബിനു അബ്ദുൽ മലിക്. വലീദ് ബിനു അബ്ദുൽ മലിക്കിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു, സ്വാധീനമുള്ള ആളായി തീർന്നു. വലാകിൻ ഹജറൽ ബിലാത്തുൽ ഉമവി കൊട്ടാരങ്ങൾ അദ്ദേഹം വിട്ടു. ഫി അയ്യാമി സുലൈമാന്റെ കാലത്തും വഫി അയ്യാമി ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്തൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഉമവി കൊട്ടാരത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. വകാനത്ത് വഫാത്ത് ജരീർ ബിൽ യമാമ സന 114 115 ഹിജ്റ. വകാനത്ത് വഫാത്ത്, അദ്ദേഹത്തിന്റെ മരണമായിരുന്നു, ജരീറിന്റെ മരണം ബിൽ യമാമ, യമാമയിൽ വെച്ചായിരുന്നു. സന 114 അല്ലെങ്കിൽ 115 രണ്ട് അഭിപ്രായങ്ങൾ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണം ബഅദ വഫാത്തിൽ ഫറസ്ദഖിന്റെ മരണത്തിന് ശേഷം ബി സിത്തത്തി അശ്ഹുരിൻ, 6 മാസങ്ങൾക്ക് ശേഷമാണ് മരിച്ചത്. ഔ ബി ആമിൻ വാദ, അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷമാണ് മരണപ്പെട്ടത് എന്നൊക്കെ പറയപ്പെടുന്നു. ജരീർ ഷായിറുൻ വുജ്ദാനിയൻ മത്ബൂൻ, അദ്ദേഹം ഒരു വൈകാരികമായ ഒരു കവിയായിരുന്നു. യജ്മഉ വുളൂഹുൽ മആനി, അദ്ദേഹം ആശയങ്ങളുടെ വ്യക്തതയെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇലാ ഫസാഹത്തിൽ അൽഫാദ്, വാചാലമായ ലഫ്ലുകളിലൂടെയും, മതാനത്തി തർക്കീബി, നല്ല ഘടനയുടെ മോടി പിടിപ്പിക്കുന്ന ഘടനകൾ കൊണ്ടും, അദൂബത്തി സബക്കി, നല്ല മധുരമായ രൂപകൽപ്പനകൾ കൊണ്ടുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആശയങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. വഖദ് ഇംതാസ ജരീർ വേറിട്ട് നിൽക്കുന്നുണ്ട് ബിൽ ഫുനൂനിൽ വുജ്ദാനിയ, വൈകാരികമായ കലകളെ കൊണ്ട്. അതായത് ബിൻ നസീബി വൽ ഗസലി, ശൃംഗാരങ്ങൾ, പ്രണയകാവ്യങ്ങളൊക്കെ. വബിൽ റസായി വബിൽ ഹജായി, അനുശോചന കാവ്യങ്ങൾ, അതുപോലെ ആക്ഷേപ കാവ്യങ്ങളെ കൊണ്ടും. വലി ജരീറിന്റെ ബറാഅത്ത്, നല്ല മിടുക്കുണ്ടായിരുന്നു. ഫിൽ മദീഹി വൽ വസ്ഫി, മദ്ഹ് ചെയ്യുന്നതിലും അതുപോലെ വസ്ഫ്, വിശേഷണങ്ങൾ പറഞ്ഞ് കവിത രചിക്കുന്നതിലൊക്കെ വലിയ മിടുക്കുള്ള ആളായിരുന്നു. വ ഹജാവ് ജരീറിന്റെ ഹജാഹ് ഉലുവൻ മുറുൻ, അത് മധുരമുള്ളതും അതുപോലെ കൈപ്പേറിയതുമായിരുന്നു. ഒരേ സമയം തന്നെ അതിന്റെ ലഫ്ലുകളുടെ ഭംഗിയും മറ്റുമൊക്കെ കണ്ടാൽ അത് വളരെ മധുരമുള്ളതും, എന്നാൽ അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുമ്പോൾ അതിൽ
കൈപ്പേറിയതുമായ ഒരുപോലെ തോന്നുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഹജായിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഒമിൻ ഖസീദത്തിഹി, അദ്ദേഹത്തിന്റെ ഖസീദയിലെ ഒരു വരിയാണ് ഹയ്യുൽ വദാത്തി ബിറാമത്തിൽ അത്ലാലി റസ്മൻ തഹ്മലു അഹ്ലഹു ഫഅഹ്ലാല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വരി. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.